ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ടെൻസുകളെ കുറിച്ചാണ്. അപ്പോൾ ടെൻസുകൾ എന്താണെന്നും അതിൻ്റെ അത് എന്തിനാണ് എന്നൊക്കെ ശേഷമുള്ള സ്ലൈഡുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ടെൻസസ് ഇതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. നമുക്ക് പോകാം, ടെൻസുകളെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം. ഓക്കെ, ഹിയർ വി ഗോ. നോക്കൂ, ടെൻസ് എന്ന് പറയുന്ന ചെറിയൊരു ക്വിക്ക് ഡെഫിനിഷൻ നമുക്ക് ഇവിടെ നൽകാം. വെർബ് ഫോംസ് ആർ നൗൺ ആസ് ടെൻസസ്. എ ടെൻസ് ടെൽസ് ആസ് ദ ടൈം ഓഫ് ആൻ ആക്ഷൻ. ഇവിടെ ടെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രവൃത്തിയുടെ വ്യത്യസ്ത സമയങ്ങളെ കുറിച്ച് പറയുന്നതിനെയാണ് ടെൻസ് എന്ന് പറയുന്നത്. ഒരു പ്രവൃത്തിയുടെ വ്യത്യസ്ത സമയങ്ങളെ കുറിച്ച് പറയാനും പ്രതിപാദിക്കാനാണ് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഒരു പ്രവൃത്തി എന്ന് പറയുകയാണെങ്കിൽ അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പോവുക, വരുക, ഇരിക്കുക, നിൽക്കുക, എഴുതുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ. ആ പ്രവർത്തനങ്ങളുടെ വ്യത്യസ്ത സമയങ്ങൾ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പോവുന്നു എന്നത് ഒരു തരം സമയമാണ്. അതിൻ്റെ മറ്റൊരു തരം സമയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പോയി, അപ്പോൾ അത് കഴിഞ്ഞു പോയ സമയമാണ്. അതിൻ്റെ വേറൊരു ഐറ്റം പറയുകയാണെങ്കിൽ പോകും, അതിന് വരാനിരിക്കുന്ന സമയം. ഇത്തരം സമയങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതിനെയാണ് ടെൻസി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഇതെല്ലാം നമുക്ക് ഉദാഹരണ സഹിതം നമുക്ക് നോക്കാം, വളരെ വ്യക്തമായി മനസ്സിലാവുന്നതാണ്. എക്സാമ്പിൾസ്. ഫസ്റ്റ്, പ്രസന്റ് ടെൻസ്. ആകെ 3 കാലമാണുള്ളത്, 3 ടൈപ്പ് ടെൻസുകളാണുള്ളത്. ഒന്നാമത്തത് പ്രസന്റ് ടെൻസ്. അതിനുള്ള ഉദാഹരണം ആദ്യം പറയാം. ഉദാഹരണം നോക്കൂ നിങ്ങൾ. പ്രസന്റ് ടെൻസ് ആണ് ഒന്നാമത്തത്. ഐ സ്ലീപ് ഫോർ ആൻ അവർ എവറി ഡേ ഇൻ ദ ആഫ്റ്റർനൂൺ. എല്ലാ ഉച്ചയ്ക്ക് ശേഷവും ദിവസവും ഒരു ഉച്ചന്റെ ശേഷം ഞാൻ എന്നും ഉറങ്ങാറുണ്ട് എന്നുള്ളതാണ് ഉദാഹരണം കൊടുത്തത്. അത് എന്താണ് ഇതിനെ, ഈ ഉദാഹരണത്തെ കുറിച്ച് ഈ സ്ലീപ്പ് എന്നുള്ള റെഡ് മാർക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെ കുറിച്ചുള്ള വിശദീകരണം എക്സ്പ്ലനേഷൻ ശേഷം വരുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാലത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. അതിനുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ സ്ലെപ്റ്റ് വൈൽ ദ ലെക്ചർ വാസ് ഗോയിങ് ഓൺ. ലെക്ചർ നടക്കുന്നതിനിടയിൽ ഞാൻ ഉറങ്ങി. അപ്പോൾ ഇത് ഒന്നാമത്തെ ഉദാഹരണത്തിൽ നിന്നും വ്യത്യസ്തമാവുന്നുണ്ട്. ഇനി അടുത്തതും മൂന്നാമത്തതുമായിട്ടുള്ള ടെൻസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ആ ഫ്യൂച്ചർ ടെൻസിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ നോക്കൂ. ഐ വിൽ സ്ലീപ് ഇൻ ദ ട്രെയിൻ വൈൽ ട്രാവലിംഗ് ടു ആഗ്ര ടുമോറോ. നാളെ ആഗ്രയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ട്രെയിനിൽ ഉറങ്ങും. അത് ശേഷം വരാനിരിക്കുന്ന ഒരു കാലത്തെ കുറിച്ച് പറയുന്നതാണ്. അത്തരം കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വെർബുകൾ അല്ലെങ്കിൽ ക്രിയകൾ, പ്രവർത്തനങ്ങളെ, അതിന്റെ പേരാണ് ഫ്യൂച്ചർ എന്നുള്ളത്. ഈ ഓരോ ഉദാഹരണം, 3 ഉദാഹരണങ്ങൾ, 3 ടെൻസുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 3 ടെൻസുകളുടെ ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം, ചെറിയൊരു വിശദീകരണം നമുക്ക് നോക്കാം. നോക്കൂ, ഒന്നാമത്തെ ഉദാഹരണത്തിൽ ഇവിടെ സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്ലീപ്പ് എന്നുള്ളത് നോക്കൂ. സ്ലീപ്പ് ടെൽസ് us about an action that takes place every day which is the habit of a person. ഒന്നാമത്തെ പ്രസന്റ് ടെൻസ് അഥവാ ഇപ്പോൾ നിലവിൽ നാം ഏതൊരു സമയത്താണ് ഉള്ളത് ആ സമയത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതിനാണ് പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. അതിലുപയോഗിച്ച ഈ പ്രവർത്തനം, സ്ലീപ്പ്, ഉറങ്ങുക എന്നുള്ള പ്രവർത്തനം, അത് ഒരാൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെ കുറിച്ച് പ്രതിപാദിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ സ്ലീപ്പ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഇത്തരം പ്രസന്റ് ടെൻസുകളിൽ ഒരാളുടെ നിത്യജീവിതത്തിൽ ഒരാളുടെ ഹാബിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കാറുള്ളത്. വേറെയും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. ജസ്റ്റ് ഒരാളുടെ ഹാബിറ്റിന് വേണ്ടിയാണ് കൂടുതലായും പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അടുത്തത് പാസ്റ്റ് ടെൻസിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിൽ ഉപയോഗിച്ച വെർബ് സ്ലെപ്റ്റ് എന്നുള്ളതാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ ഈ സെന്റൻസുകളൊക്കെ നിർമ്മിക്കുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. ശേഷം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഉപയോഗിച്ചത് സ്ലെപ്റ്റ് എന്നുള്ളതാണ്. സ്ലെപ്റ്റ് റെഫേഴ്സ് ടു ആൻ ആക്ഷൻ ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞു പോയ കാലത്ത് നടന്ന ഒരു പ്രവർത്തനത്തെ കുറിച്ച് പറയാനാണ് ഈ സ്ലെപ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഉറങ്ങി എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഉറങ്ങി. ഒന്നാമത്തെ ഉദാഹരണത്തിൽ ഐ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങാറുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേലേക്ക് വരുമ്പോൾ ഐ സ്ലെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങി എന്നുള്ളതാണ്. മാറുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ഉദാഹരണം നോക്കൂ. വിൽ സ്ലീപ്പ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിൽ സ്ലീപ്പ് റെഫേഴ്സ് ടു ആൻ ആക്ഷൻ ദാറ്റ് ഹാസ് നോട്ട് ടേക്കൺ പ്ലേസ് ബട്ട് വിൽ ടേക്ക് പ്ലേസ് ടുമോറോ. അത് ഇപ്പൊ നടക്കുന്നതല്ല, നടന്നു കഴിഞ്ഞതുമല്ല, ഇനി വരാനിരിക്കുന്ന കാലത്ത് അഥവാ നാളെ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഫ്യൂച്ചർ ടെൻസിൽ ഭാവി കാലത്ത് നടക്കാനുള്ള ഒരു കാര്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്.
ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതാണ്. നോക്കൂ അടുത്തത്. ഒന്നാമത്തത് പ്രസന്റ് ടെൻസ് ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ആ പ്രസന്റ് ടെൻസിൽ തന്നെ വ്യത്യസ്ത ഇനങ്ങൾ, ടൈപ്സ് ഓഫ് പ്രസന്റ് ടെൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രസന്റ് ടെൻസിന്റെ ഫസ്റ്റ് ഐറ്റം. രണ്ടാമത്തെ പ്രസന്റ് കണ്ടിന്യൂസ്, തേർഡ് ഫോം പ്രസന്റ് പെർഫെക്റ്റ്, ലാസ്റ്റ് വൺ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അടുത്ത് നോക്കൂ, പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസിലും ഇതേപോലെ 4 ഐറ്റം വരുന്നുണ്ട്, 4 ടൈപ്സ് ഓഫ് പാസ്റ്റ് ടെൻസ് വരുന്നുണ്ട്. നോക്കാം. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അടുത്തത് ഫ്യൂച്ചർ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഫ്യൂച്ചറിലും ഇതേപോലെ 4 ടൈപ്സ് ഓഫ് സെന്റൻസ് വരുന്നുണ്ട്, ടൈപ്സ് ഓഫ് ടെൻസസ് വരുന്നുണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ. ഇനി നമ്മളിപ്പോ പറഞ്ഞല്ലോ പ്രസന്റ് ടെൻസിൽ തന്നെ 4 ഉണ്ട് എന്നുള്ളത്. അതിന്റെ ഒന്നാമത് വരുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ആ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ തന്നെ നമ്മൾ 4 ടൈപ്സ് ഓഫ് സെന്റൻസുകൾ കൊടുത്തുകൊണ്ട് അതിനെ ഉദാഹരിക്കും. വളരെ ഡീറ്റെയിൽ ആയിട്ട് ശേഷം അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ്. അങ്ങനെ പ്രതിപാദിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഇതൊന്നും ഒരു ടഫ് അല്ല, വളരെ സിമ്പിൾ ആണ്. ടൈപ്സ് ഓഫ് സെന്റൻസസ് നോക്കൂ. ഒന്നാമത്തെ ടൈപ്സ് ഓഫ് സെന്റൻസ് അസർട്ടീവ് സെന്റൻസ് ആണ്. അഥവാ ഞാൻ ചെയ്യുന്നു, പോകുന്നു, ഇരിക്കുന്നു, അത്തരം അസർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത്തരം പ്രസ്താവനകൾ എന്ന് പറഞ്ഞാൽ അത്തരം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് അസർട്ടീവ് സെന്റൻസ് എന്നുള്ളത്. ഇനി രണ്ടാമത്തേലേക്ക് വരികയാണെങ്കിൽ അസർട്ടീവിന്റെ ഓപ്പോസിറ്റ് നെഗറ്റീവ്. ഞാൻ ചെയ്യുന്നില്ല, പോകുന്നില്ല, ഇരിക്കുന്നില്ല, അങ്ങനെ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് ഇതിന്റെ മൂന്നാമത്തെ ടൈപ്സ് ഓഫ് സെന്റൻസ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇരിക്കാറുണ്ടോ, നീ കിടക്കാറുണ്ടോ, നീ എഴുതാറുണ്ടോ, ഫോർ എക്സാമ്പിൾ. ഓക്കെ. അടുത്തത് അത്തരം സെന്റൻസുകളാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം യെസ് എന്നോ അല്ലെങ്കിൽ നോ എന്നോ ആയി വരുന്നതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നാലാമത്തെ ടൈപ്സ് ഓഫ് സെന്റൻസ് WH ക്വസ്റ്റ്യൻസ് ആണ്. WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ WH അഥവാ വാട്ട്, വേർ തുടങ്ങിയിട്ടുള്ള WH ക്വസ്റ്റ്യൻ വേർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന, ക്രിയേറ്റ് ചെയ്യുന്ന സെന്റൻസുകളാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതൊക്കെ ശേഷമുള്ള സ്ലൈഡുകളിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ. ഓക്കെ. ഇതേപോലത്തെ സെന്റൻസുകൾ സിമ്പിൾ പ്രസന്റിൽ എടുക്കുമ്പോഴുള്ള ഉദാഹരണമാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. സിമ്പിൾ പ്രസന്റിൽ അസർട്ടീവ് സെന്റൻസ് ഉണ്ടാവും. പ്രസന്റ് ടെൻസിൽ തന്നെ 4 തരം ടൈപ്സ് ഓഫ് ടെൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള ഒന്നാമത്താണ് സിമ്പിൾ പ്രസന്റ്. അതിൽ രണ്ടാമത്തത് അവിടെ പറഞ്ഞിരുന്നു പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ. അങ്ങനെ 4 പറഞ്ഞിരുന്നു. അതിൽ നിന്ന് ഒന്നാമത്തതാണ് സിമ്പിൾ പ്രസന്റ്. ആ സിമ്പിൾ പ്രസന്റിൽ ഉള്ള ഒന്നാമത്തത് അസർട്ടീവ്, നെഗറ്റീവ്, യെസ് ഓർ നോ ആൻഡ് WH ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ടെൻസുകളെ കുറിച്ച്, ഉദാഹരണങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യുന്നതാണ്. ആ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ അസർട്ടീവ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചെറിയൊരു ഡെഫിനിഷൻ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് സംവൺസ് ഹാബിറ്റ്. നേരത്തെ പ്രതിപാദിച്ചതുപോലെ ഇത് ഒരാളുടെ ഹാബിറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഹാബിറ്റ് മൈറ്റ് ബി ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ബട്ട് ഇറ്റ് ഹാപ്പൻസ് ഇൻ എ ഫിക്സ്ഡ് ടൈം. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്കെങ്കിലും ഉണ്ടാവും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. എന്നും ഉണ്ടാവണം, എപ്പോഴും ഉണ്ടാവണം, അങ്ങനല്ല. ഹാബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ഹാബിറ്റ് ഒരു റീഡിങ് എ ബുക്ക് ആണെങ്കിൽ അത് ചിലപ്പോൾ ഡെയിലി ആയിരിക്കും. മറ്റൊരാളുടെ ഹാബിറ്റ് ഫിഷിംഗ് ആയിരിക്കും, അത് ചിലപ്പോൾ വീക്ക്ലി ആയിരിക്കും, അതും അദ്ദേഹത്തിന് ഒരു ഹാബിറ്റാണ്. മറ്റൊരാളുടെ ഹാബിറ്റ് വേറെന്തെങ്കിലും ആയിരിക്കും, അത് ചിലപ്പോൾ മന്ത്ലി ആയിരിക്കും. പക്ഷെ എല്ലാ മാസവും അത് മുടങ്ങാതെ ചെയ്യുന്നുണ്ടാവും, അതൊരു ഹാബിറ്റാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്ന പ്രവർത്തനം ഹാബിറ്റ് ആവണമെങ്കിൽ അത് ദിവസവും ചെയ്യണം എന്നില്ല എന്നാണ് സൂചിപ്പിച്ചത്. ഇനി ഇത്തരം സെന്റൻസുകൾ, അസർട്ടീവ് സെന്റൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ഫോർമുലയിലൂടെ നാം പഠിക്കുന്നത്. ആദ്യം സബ്ജക്റ്റ് ഫോർമുല നോക്കൂ. ആദ്യം സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണോ ചെയ്യുന്നത്, ഒരു പ്രവർത്തനം ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് സബ്ജക്റ്റ് എന്നുള്ളത്. ഫസ്റ്റ് ഫോം ഓഫ് ദ verb. There are a lot of types of verbs. First form of the verb, second form of the verb, and third form of the verb. Like this, there are so many types of verbs. So here we have to take the first form of the verb. So first of all, we have to take the first നാം ഇവിടെ സബ്ജക്റ്റ് എടുക്കണം. സബ്ജക്റ്റ് കൊണ്ടുവരണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I, അല്ലെങ്കിൽ we, അല്ലെങ്കിൽ they എന്ന് പറഞ്ഞാൽ അവർ, വി എന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരു പ്രവർത്തനം ചെയ്യുന്നത് ആരാണോ അവരെയാണ് ആദ്യം പറയേണ്ടത്. രണ്ടാമത്തതാണ് verb, പറയുന്ന ക്രിയയാണ് പറയേണ്ടത്.
പിന്നെ മൂന്നാമത്തത് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതിന് കർമ്മം എന്ന് പറയും. ആ കർമ്മം സെന്റൻസിൽ ഉണ്ടെങ്കിൽ അങ്ങനെ. ഓക്കെ, നോക്കാം ഉദാഹരണം. അതിനു മുമ്പ് ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം. ഇത് സിമ്പിൾ പ്രസന്റ് ആവുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കർത്താവ് ഒരാളാണെങ്കിൽ, ഏത് ഹി ഷീ ഇറ്റ് പോലത്തെ ഒരാളാണെങ്കിൽ ഹി ഷുഡ് ബി ആഡഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ വേർബ്. അതിന്റെ ക്രിയയിൽ വെർബിൽ യെസ് കൊടുക്കണം, അതിന്റെ അവസാനത്തിൽ യെസ് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് പ്ലൂറൽ, ഐ യു ദേ വി തുടങ്ങിയിട്ടുള്ള പ്ലൂറൽ പോലത്തെ സബ്ജക്റ്റ് ആണെങ്കിൽ നോ നീഡ് ടു ആഡ് യെസ് അറ്റ് ദ എൻഡ് ഓഫ് ദ വെർബ്. വെർബിന്റെ അവസാനത്തിൽ യെസ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണം നോക്കാം. ഐ റീഡ് ന്യൂസ് പേപ്പർ എവ്രി ഡേ. നോക്കൂ, ഐ എന്നുള്ളതാണ് സബ്ജക്റ്റ്. ഇതാ ഈ ഫോർമുലയിലൂടെ നമുക്ക് പോകാം. ഐ എന്നുള്ളതാണ് സബ്ജക്റ്റ്, ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആണ് റീഡ് എന്നുള്ളത്. ഞാൻ വായിക്കുന്നു. എന്താണ് വായിക്കുന്നത്? ന്യൂസ് പേപ്പർ എവ്രി ഡേ. ഓക്കെ, അപ്പോൾ ഇതില് യെസ് ഒന്നും കൊടുത്തിട്ടില്ല. അതാണ് ഈ രണ്ട് ഫോർമുലയുടെ ഈ രണ്ട് തിങ്സ് ടു റിമെമ്പർ, ഈ രണ്ട് പോയിന്റിലൂടെ പോവുകയാണെങ്കിൽ ഐ റീഡ് ന്യൂസ് പേപ്പർ, യെസ് കൊടുത്തിട്ടില്ല വെർബിൽ. രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ. ഹി വിസിറ്റ്സ് ദ ചർച്ച് ഓൺ സൺഡേ. എല്ലാ ഞായറാഴ്ചയും അദ്ദേഹം ചർച്ച് വിസിറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വിസിറ്റ് എന്നുള്ളത് വിസിറ്റ്സ് എന്നായി മാറാൻ കാരണം എന്താ? നമ്മുടെ സബ്ജക്റ്റ് ഹി എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്ത സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ അസർട്ടീവ് ആണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. തിങ്സ് ടു റിമെമ്പർ. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് പ്ലൂറൽ, നമ്മുടെ സബ്ജക്റ്റ് ചെയ്യുന്ന ആൾ, കർത്താവ് എന്നൊക്കെ മലയാളത്തിൽ പറയും. ആ ചെയ്യുന്ന ആൾ അത് ഐ യു ദേ വി പോലത്തെ പ്ലൂറൽ ആണെങ്കിൽ ഡു നോട്ട് ഷുഡ് ബി ആഡഡ്, ഡു നോട്ട് ഷുഡ് ബി യൂസ്ഡ് ബിഫോർ ദ വെർബ്. വെർബിന്റെ മുമ്പായിട്ട് ഡു നോട്ട്, ഡോണ്ട് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നെഗറ്റീവ് എന്നുള്ളത് നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കും. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ, ഹി ഷീ ഇറ്റ് പോലത്തെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഡസ് നോട്ട് ഷുഡ് ബി ആഡഡ്, ഷുഡ് ബി യൂസ്ഡ് ബിഫോർ ദ വെർബ് വിതൗട്ട് ആഡിങ് യെസ് ഇൻ ദ വെർബ്. അസർട്ടീവ് സെന്റൻസിൽ നാം യെസ് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അതേസമയം when it comes to negative, we don't want to add yes at the end of the verb. നെഗറ്റീവിലേക്ക് വരികയാണെങ്കിൽ അത് യെസ് അവിടെ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഡസ് നോട്ട് വെർബിന്റെ മുമ്പായിട്ട് ഡസ് നോട്ട് കൊടുത്താൽ മതിയാവുന്നതാണ്. ഉദാഹരണം നോക്കാം, വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ദേ ഡു നോട്ട് ഗോ ടു ദ ഷോപ്പ്. ദേ എന്നുള്ളതാണ് അതിന്റെ ഈ പ്രവർത്തനം ചെയ്യുന്ന ആള്. ഗോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രവർത്തനം, പോവുക എന്നുള്ളതാണല്ലോ പ്രവർത്തനം. ആ പ്രവർത്തനം ചെയ്യുന്ന ആളാരാണ്? ദേ എന്നുള്ളതാണ്. അതിന്റെ മുമ്പ്, ഈ പ്രവർത്തനത്തിന്റെ മുമ്പ്, ഗോ എന്നുള്ള പ്രവർത്തനത്തിന് മുമ്പ് ഡു നോട്ട് കൊടുത്തു. ഓക്കെ ഓക്കെ, കം ടു ദ സെക്കൻഡ് എക്സാമ്പിൾ. ഹി ഡസ് നോട്ട് വിസിറ്റ് ദ ചർച്ച്. ഹി എന്നുള്ളതാണ് സബ്ജക്റ്റ്, അവൻ എന്നുള്ള സിംഗുലർ ആണ്, ഒരാളേ ഉള്ളൂ. അപ്പോൾ ഡസ് നോട്ട് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണ് ഇത്തരം നെഗറ്റീവ് സെന്റൻസുകൾ നാം ഫോം ചെയ്യുന്നത്. ലാസ്റ്റ് എക്സാമ്പിൾ. ഷീ ഡസ് നോട്ട് ഡ്രിങ്ക് കോഫി. അവൾ കോഫി കുടിക്കാറില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് സെക്കൻഡ് ടൈപ്സ് ഓഫ് സെന്റൻസസ്. Let's have a look at the third type of sentence, which is simple present yes or no questions എന്നുള്ളതാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ ഫോം ചെയ്യാം അതാണ് നാം ഇപ്പോൾ പറയുന്നത്. അതിന്റെ മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യം ശ്രദ്ധിക്കാനുണ്ട്. തിങ്സ് ടു റിമെമ്പർ. ആഡ് ഡു ബിഫോർ ദ പ്ലൂറൽ സബ്ജക്ട്. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ മുമ്പ് ഡു എന്നുള്ളത് കൊടുത്താൽ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ സാധിക്കും. അതേസമയം സിംഗുലർ ആണെങ്കിലോ സബ്ജക്റ്റ് ആഡ് ഡസ് ബിഫോർ സിംഗുലർ സബ്ജക്റ്റ്. സിംഗുലർ സബ്ജക്റ്റ് മുമ്പ് ഡസ് എന്നുള്ള പദം കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ സാധിക്കും. ഉദാഹരണം നോക്കാം. ഡു ദേ ഗോ ടു ദ ഷോപ്പ്? ഡു ദേ ഗോ ടു ദ ഷോപ്പ്? അവർ കടയിലേക്ക് പോവാറുണ്ടോ, ഷോപ്പിലേക്ക് പോവാറുണ്ടോ? ഡസ് ഹി വിസിറ്റ് ദ ചർച്ച്? അദ്ദേഹം ചർച്ച് വിസിറ്റ് ചെയ്യാറുണ്ടോ? ഡസ് ഷീ ഡ്രിങ്ക് കോഫി? അവൾ കോഫി കുടിക്കാറുണ്ടോ? ഈ രൂപത്തിലാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഫോം ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ആൻഡ് ലാസ്റ്റ് type of sentence, which is WH question. Let's have a look at how to make and how to create WH questions with the examples. Okay, types of simple present WH questions ആണ് ഇവിടെ ഉള്ളത്. അതിന്റെ ഇത് WH ക്വസ്റ്റ്യൻ നിർമ്മിക്കൽ, ക്രിയേറ്റ് ചെയ്യൽ വളരെ ഈസിയാണ്. നോക്കൂ,
things to remember. Add whatever WH question board we need in two yes or no questions. ഇതിന്റെ തൊട്ട് മുമ്പ് നാം പഠിച്ചത് yes or no questions ആണ്. ആ yes or no questionsil അതിനൊന്നും ചേഞ്ച് വരുത്താതെ അതിന്റെ തൊട്ട് മുമ്പായിട്ട് ഈ WH question ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ WH question നമുക്ക് ലഭിക്കുന്നതാണ്. ഉദാഹരണം നോക്കാം നമുക്ക്. ഡു ദേ ഗോ എന്നുള്ളതാണ് yes or no question. ഡു ദേ ഗോ, നോക്കൂ ഈ വൈറ്റ് അക്ഷരത്തിൽ എഴുതിയ ഡു ദേ ഗോ, അവർ നോക്കൂ ഡു ദേ ഗോ എന്നുള്ളതാണ് yes or no questions അല്ലെ. ഡു ദേ ഗോ എന്നുള്ളതാണ് yes or no question. ഈ yes or no questionന്റെ മുമ്പ് അവർ പോവാറുണ്ടോ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതിനു മുമ്പ് വേർ എന്നുള്ള WH, ഇത് WH എന്ന് പറയാൻ കാരണം ഇത് WH കൊണ്ട് തുടങ്ങുന്ന വേർഡ് ആയതുകൊണ്ടാണ് WH question എന്ന് പറയുന്നത്. അപ്പൊ WH question ഇവിടെ ആഡ് ചെയ്തപ്പോൾ സെന്റൻസ് ഇറ്റ് ബിക്കംസ് വേർ ഡു ദേ ഗോ, അവർ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള മറ്റൊരു തരത്തിലുള്ള WH questions ആയി മാറി. പിന്നെ ഡസ് ഷീ വിസിറ്റ് ദ ചർച്ച്, അവൻ ചർച്ച് വിസിറ്റ് ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് yes or no question. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ബൈ ആഡിങ് WH question in front of yes or no question. ഇതാണ് WH question here. ഓക്കെ, ഇവൻ എന്നുള്ളതാണ് WH question. അത് yes or no question ഈ വൈറ്റ് അക്ഷരത്തിൽ കാണുന്ന yes or no questionന്റെ മുമ്പ് അത് ആഡ് ചെയ്തപ്പോൾ we got the WH question as well. What is the yes or no WH question here? When does he visit the church? അവൻ എപ്പോഴാണ് ചർച്ച് വിസിറ്റ് ചെയ്യാറുള്ളത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഷീ ഡ്രീം? ഇവിടെ നമുക്ക് വാട്ട് എന്നുള്ളത് വൈ എന്നാക്കി മാറ്റാം. ഓക്കെ, വൈ ഡസ് ഷീ ഡ്രിങ്ക് കോഫി? അവൾ എന്തിനാണ് അവൾ കോഫി കുടിക്കാറുള്ളത്? ഓക്കെ, ഇവിടെ വാട്ട് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ കോഫി എന്നുള്ളത് കൊടുക്കുമ്പോൾ വി ഡോണ്ട് ഗെറ്റ് സെൻസ്. ഓക്കെ, നമുക്ക് സെന്റൻസിൽ നിന്നൊരു അർത്ഥം കിട്ടാത്തത് പോലെ ഉണ്ടാവും. അപ്പോൾ വാട്ട് കൊണ്ടാണ് ചോദിക്കുന്നതെങ്കിൽ വാട്ട് ഡസ് ഷീ ഡ്രിങ്ക്, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കാം. ഓക്കെ, അവൾ എന്താണ് കുടിക്കുന്നത്? ആൻസർ ആയിട്ട് ഇറ്റ് വിൽ കം ഫോർ ദ ആൻസർ ആസ് കോഫി, റൈറ്റ്? സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേസ് വീഡിയോ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.